വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തെ ചൊല്ലിയുള്ള ഭിന്നതയിൽ സമവായം കണ്ടെത്താനാവാതെ CPIM. വിഷയത്തിൽ പാർട്ടിയിൽ ഭിന്നതയില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. CPM-ന് ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. CPIM-ന് ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ. 25% ഷെയർ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുവാദം വാങ്ങണം. അനുവാദം വാങ്ങാതെ CBIയെ സമീപിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? അതിന് മറുപടി പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ഉത്തരവാദിത്തമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അറിവില്ലാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ച് ഞങ്ങൾ 49% ഷെയർ വിറ്റിരിക്കുന്നു എന്ന് പറയുന്ന നിലപാടിലേക്ക് എത്തുന്നതിന് എന്താണ് അടിസ്ഥാനം? ആ കാര്യം വിശദീകരിക്കാൻ VD സതീശൻ മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കണം. അനാവശ്യവാദങ്ങൾക്ക് പോവേണ്ടതില്ലെന്നും EP ജയരാജനെ തള്ളേണ്ട ആവശ്യമില്ലെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുകയാണ്. ഈ കേരളത്തിൻ്റെ പുരോഗതിക്ക് നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് പൊതുമേഖലയുടെ പൊതു നിയന്ത്രണത്തിനകത്ത് നിലനിർത്തണം എന്നുള്ളതാണ്. അതിന് വ്യത്യസ്തമായ ചില സമീപനങ്ങൾ ഗവൺമെൻറ് വന്നപ്പോൾ ആ ഗവൺമെൻറ് നിലപാടിനെയാണ് CPM വിമർശിച്ചിരിക്കുന്നത്. അതിൽ രണ്ടഭിപ്രായമില്ല, ഒരേ അഭിപ്രായം തന്നെയാണ് ഈ കാര്യത്തിൽ കാര്യങ്ങൾ പറയുന്നത്. CPM-ൻ്റെ നിലപാടിൽ CPM-നകത്ത് ഭിന്നതയില്ല. ഇവരെല്ലാം ചേർന്ന കമ്മിറ്റികളിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഇവർക്ക് കൊടുക്കരുത് എന്നുള്ളതല്ല, ഗവൺമെൻറ്റിന് അനുവാദമില്ലാതെ കൊടുക്കാൻ പാടില്ല എന്നാണ്. EP-യെ തള്ളുന്ന പ്രശ്നമൊന്നുമില്ല. EP എന്താ പറഞ്ഞതെന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. EP-യെ തള്ളി എന്ന് പറഞ്ഞില്ല. ഇത് എല്ലാ കാര്യങ്ങളിലും ഈ കാര്യത്തിൽ CPM-ന് ഒരു നിലപാടേ ഉള്ളൂ. അതേസമയം EP ജയരാജനെ തള്ളി ഡോക്ടർ TM തോമസ് ഐസക് രംഗത്തെത്തി. വിവാദം ആക്കേണ്ടതില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്ന് തോമസ് ഐസക് പറയുന്നു. രണ്ട് തരത്തിൽ, ഒന്ന് 3-ാം വകുപ്പ് പ്രകാരം മുൻകൂർ അനുമതി വേണം. രണ്ടാമത്തത് 5-ാം വകുപ്പ് പ്രകാരം ഇപ്പോൾ ഷെയർ എടുക്കാൻ വരുന്നവർക്ക് തൂത്തുക്കുടി പോർട്ടിൽ ഒരു ടെർമിനൽ അവരുടെ സ്വന്തമാണ്. അത് കരാർ ലംഘനമാണ്. ഈ കാര്യങ്ങൾ വ്യക്തത വരുത്തണം. വരുത്തിയിട്ടത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അഭിപ്രായങ്ങൾ പറയുമ്പോൾ അപ്പുറത്തോ ഇപ്പുറത്തോ ഇതിൻ്റെ പ്രാധാന്യത്തിൽ ചിലരൂന്നും, ചിലർ ഇത് നമ്മൾ സർക്കാർ വ്യക്തത വരുത്തണമെന്ന് പറയും. അതല്ലാതെ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ശ്രീത് വിവരങ്ങൾ ചെയ്യുന്നു. ശ്രീത്, EP ജയരാജൻ സംസാരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ വരി അദാനി എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അദാനി വ്യക്തമാക്കിയാൽ EP ജയരാജന് കാര്യങ്ങൾ ഓക്കെയാണ് എന്ന മട്ടിലായിരുന്നു EP-യുടെ പ്രതികരണം. ദിവ്യസേനെ മാറ്റിയതിന് പിന്നിൽ അദാനിയുടെ എന്തോ ഇടപെടലുണ്ടോ എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ KK രാഗേഷും അടക്കം ബാക്കിയല്ല, ഈവൻ പിണറായി വിജയൻ പോലും പറയുമ്പോൾ അങ്ങനെ ഒന്നുമില്ല എന്നും അതിൽ രാഷ്ട്രീയവാദമാക്കേണ്ടതില്ല എന്നും KK ശൈലജയും PK ശ്രീമതിയും പറയുന്നു. പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഒറ്റക്കെട്ടായി എടുത്ത് സമരമവും നിൽക്കേണ്ട ഒരു വിഷയത്തിൽ പ്രതിപക്ഷത്തിനകത്ത് തന്നെ പല ചേരി പല അഭിപ്രായമാണെങ്കിൽ CPM-നെ സംബന്ധിച്ചത് കഷ്ടമാണ്. ശ്രീത്, ഹാഷ്മി, തീർച്ചയായും CPM-നകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള വ്യത്യസ്തമായ നിലപാടുകളാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം CPM-നകത്തുണ്ടായിരിക്കുന്ന നേതാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ചേരിതിരിവും വിഭാഗീയമായ ചേരിതിരിവുമൊക്കെയാണ് ഇതിന് കാരണമെന്ന കാര്യം വളരെ വ്യക്തമാണ്. കണ്ണൂർ ജില്ലയിൽ അടക്കമുള്ള നേതാക്കന്മാർ പരസ്യമായി നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് CPM-ൽ ഇത് ആദ്യമെന്ന് തന്നെ പറയാവുന്ന സാഹചര്യമുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഇടപാട് സംശയകരമാണ്, സർക്കാർ ആ സംശയകരമായ ഇടപാടിന് കൂട്ടുനിന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് CPM-ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് അംഗീകരിച്ച് നിലപാടായി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഡോക്ടർ TM തോമസ് ഐസക് കേന്ദ്ര കമ്മിറ്റി അംഗം അടക്കമുള്ള ആളുകൾ സമാനമായ നിലപാട് പ്രകടിപ്പിച്ചപ്പോൾ അതിനെതിരെയാണ് EP ജയരാജൻ പ്രതികരിച്ചത്. അദാനി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ എടുത്ത നിലപാടിനേക്കാൾ അദ്ദേഹത്തിന് സ്വീകാര്യമായി വരുന്നത് അദാനി പറഞ്ഞ കാര്യങ്ങളാണ് എന്നൊരു ധ്വനിയാണ് ഉണ്ടായത്. മാത്രമല്ല, വനിതാ നേതാക്കളായ PK ശ്രീമതിയും KK ശൈലജയും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ദിവ്യസേനയെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ച അഭിപ്രായത്തെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന നിലപാടിലേക്കും വന്നു. അപ്പോൾ CPM-നകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അത് വിഴിഞ്ഞും അതിനൊരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. CPM-നകത്ത് രൂപപ്പെടുന്ന പലതരത്തിലുള്ള ചേരിതിരിവുകൾ ഇത്തരം പ്രതികരണങ്ങളെയും തീരുമാനങ്ങളെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ പാർട്ടിയുടെ ഇന്നത്തെ പ്രതികരണങ്ങൾ നോക്കുമ്പോൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെയും ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെയും ഒക്കെ പ്രതികരണങ്ങൾ നോക്കുമ്പോൾ പാർട്ടി KK രാഗേഷ് പ്രഖ്യാപിച്ച നിലപാടിനൊപ്പമാണ്, രാഗേഷിനൊപ്പമാണ് പാർട്ടി എന്ന ഒരു സമീപനത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്.
വരുന്നത്. അത് പാർട്ടിക്കകത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, വലിയ തോതിലുള്ള ചർച്ചകൾക്കും ഇഴപിരിച്ചുകൾക്കും ഒക്കെ വഴിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും അടുത്ത ചൊവ്വാഴ്ച ചേരുന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ PK ശ്രീമതിയും KK ശൈലജയും EP ജയരാജനും ഒക്കെ പ്രകടിപ്പിച്ച വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചർച്ചയ്ക്ക് വരും. EP-യുടെ അഭിപ്രായം പാർട്ടി നിലപാടിന് വിരുദ്ധമാണെന്ന വാദഗതി ഇപ്പോൾ തന്നെ CPIM-നകത്ത് ശക്തമാണ്. അതിൽ പിണറായിക്ക് എന്തോ അതൃപ്തി ഉണ്ടോ എന്ന് പറയുന്നുണ്ട് ശ്രീജിത്ത്. ഇവിടെ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പ്രസ്താവന നടത്തിയ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചത് പിഴവായി പോയി എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം പറയുന്ന ഒട്ടനവധി നേതാക്കളെ നമ്മൾ കാണുന്നുണ്ട്. പിണറായി വിജയൻ പൂർണ്ണാർത്ഥത്തിൽ തള്ളി പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ വിജയിച്ച് നിൽക്കുന്ന സമയത്ത് പാർട്ടിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ, അത് പിണറായി വിജയന്റെ നിലപാട് ആണ് ശരി എന്ന മട്ടിലുള്ള നിലപാടുകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. എന്നാൽ തോൽവി സംഭവിക്കുന്നു. തോൽവി എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ്. ആ തോൽവിയിൽ ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ എന്ന പ്രതീതി ഉണ്ടാക്കേണ്ടതില്ല, തങ്ങളുടെ നിലപാടുകൾ തുറന്നു പറയാനുള്ളതാണ് എന്ന ഒരു പൊതുബോധം നേതാക്കൾക്കുണ്ടാവുന്നത് കൂടിയാണോ ഇലക്ഷൻ പരാജയത്തിന് ശേഷമുള്ള ഈ വിഷയത്തിൽ മാത്രമല്ല പല വിഷയത്തിലെ ഭിന്നാഭിപ്രായങ്ങൾ കാരണം? ശ്രീജിത്ത്, ഹാഷ്മി, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി, അത് ചരിത്രത്തിലില്ലാത്ത വിധമുള്ള വോട്ടിംഗ് ശതമാനത്തിലേക്ക് CPIM കൂപ്പുകുത്തിയത് നേതാക്കളുടെ കണ്ണു തുറപ്പിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ CPIM-ൽ കഴിഞ്ഞ 10 വർഷക്കാലമായി അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാണ്ട് 98 സെപ്റ്റംബറിന് ശേഷം, അതായത് പിണറായി വിജയൻ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം ആ പാർട്ടി ഏതാണ്ട് ഏകശിലാരൂപത്തിൽ VS ഉയർത്തിയ വിഭാഗീയതയുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒപ്പം ഉള്ളപ്പോൾ തന്നെ പിണറായിക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിണറായിയുടെ തീരുമാനങ്ങൾക്കൊപ്പമാണ് CPIM കേരളത്തിൽ സഞ്ചരിച്ചിരുന്നത്. എന്നാൽ ആ സ്ഥിതിഗതികൾ മാറുകയാണ്. പിണറായിയുടെ തീരുമാനങ്ങൾ പിഴച്ചു എന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പ് തോൽവിയോടെ നേതാക്കൾക്ക് വ്യക്തമായിരിക്കുന്നു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ ഒരു തിരുത്തലും വരുത്താതെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയ പിണറായി വിജയന്റെ സമീപനമാണ്, തീരുമാനമാണ് പാർട്ടിക്ക് വലിയ തോതിലുള്ള ആഘാതമുണ്ടാക്കിയത് എന്ന അഭിപ്രായം ഇപ്പോൾ CPIM നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായൊക്കെ തന്നെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ പിണറായി വിജയന്റെ തീരുമാനങ്ങൾ പിഴച്ചിരിക്കുന്നു. ആ പിഴച്ച തീരുമാനങ്ങൾക്കൊപ്പം ഇനി തങ്ങൾ സഞ്ചരിക്കാനില്ല, ഇനി അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ എതിർവാക്കില്ലാത്ത വിധം കേട്ടുകൊണ്ടിരിക്കാനില്ല എന്നൊരു ചിന്ത പാർട്ടിക്കകത്തുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് KK രാഗേഷ് ചോദ്യം ചെയ്യുന്നതിലൂടെ മറ്റും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ KK രാഗേഷ് ഉന്നയിക്കുന്ന ആരോപണം ഈ 2 ആഴ്ച മുമ്പുള്ള ഒരു ഞായറാഴ്ചയാണ്. അന്ന് പിണറായി വിജയൻ കണ്ണൂരുള്ള ദിവസമാണ്. രാവിലെയാണ് KK രാഗേഷിന്റെ FB പോസ്റ്റ് ഇതുമായി ദിവ്യ എസ്സേരെ മാറ്റിയത് അദാനിയുടെ താല്പര്യപ്രകാരമാണെന്ന് പറയുന്നത്. അന്ന് തന്നെ 11:30 കണ്ണൂരിലെ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ രാഗേഷ് ഉന്നയിച്ച ആരോപണം പിണറായി വിജയൻ ആവർത്തിച്ചു. പിന്നീട് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആവർത്തിച്ചു. അപ്പോൾ ഫലത്തിൽ PK ശ്രീമതിയും KK ശൈലജയും തള്ളിപ്പറയുന്നത് പിണറായിയും ഗോവിന്ദന്റെയും നിലപാടുകൾ കൂടിയാണ്. അത് CPIM-ന്റെ ചരിത്രത്തിലില്ലാത്ത വിധം ഇത്തരത്തിൽ നേതാക്കൾക്ക് ഇതെല്ലാം തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയിരിക്കുന്നു, ഒരു സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു, അവർ അത് ഉപയോഗിക്കുന്നു എന്ന് വേണം കാണാൻ. യെസ്, ശ്രീതാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. PMC വിഷയത്തിലാവട്ടെ, ഈ വിഴിഞ്ഞം വിഷയത്തിൽ സർക്കാർ അനുമതി ഏറ്റവും മാൻഡേറ്ററിയാണ്, മസ്റ്റാണ് എന്നിരിക്കെ അത് കിട്ടാതെ തന്നെ ഈ പറഞ്ഞ വാർത്താക്കുറിപ്പ് ഇറക്കാൻ അദാനിക്ക് കിട്ടിയ ധൈര്യം എങ്ങനെയാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ രാഷ്ട്രീയ സാങ്കേതിക ചോദ്യം ഉയർത്തി സമരരംഗത്ത് നിൽക്കുന്നതാണ് CPM. പക്ഷേ ആ വിഷയത്തിൽ ആ സമരത്തിന് കഴിയാത്തവണ്ണം പാർട്ടിക്കകത്ത് ആ വിഷയത്തിൽ ഭിന്നത, അഴിമതി ആരോപണം ഉന്നയിക്കേണ്ടതില്ല, അദാനിയെല്ലാം വ്യക്തമാക്കിയതാണല്ലോ എന്ന് EP ജയരാജൻ പറയുന്നു. അത് വിവാദമാക്കേണ്ടതില്ല എന്ന് പറയുന്നത് വലിയ കാര്യമില്ല എന്നായി തോമസ് ഐസക് പറയുന്നു. പല നേതാക്കൾക്ക് പല നിലപാട് വരുമ്പോഴേക്കും ഉറപ്പായും സമരമുഖത്ത് ഒരുമിച്ചിറങ്ങാൻ എങ്ങനെയാണ് ശക്തി കിട്ടുക? സർക്കാരിന് നല്ല കാലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.